നമസ്കാരം, വിമലാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്റ്റോറി ഓഫ് ഡ്രില്ലാണ്. ഡ്രിൽ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ സ്റ്റോറി. അപ്പോൾ ഡ്രിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ഈ ഡ്രിൽ ക്ലാസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് ബ്രേക്കിന് വിടും, പുറത്ത് പോയി പിള്ളേർക്കെല്ലാം ഓടിക്കളിക്കാം, അങ്ങനെ ഒരു സംഭവം. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഡ്രിൽ അതല്ല. ഞാൻ ശ്രീത്രയിൽ നിൽക്കുന്ന സമയത്ത്, ശ്രീത്രയിലെ കാർഡിയോതൊറാസിക് നഴ്സിംഗ് വിവിയൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കാർഡിയോതൊറാസിക് ICUവിൽ ഡ്രിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഒരു പേപ്പറാണ് അത്. അപ്പോൾ അതെങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ സംഭവങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഡ്രില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രീത്രയിലെ കാർഡിയോതൊറാസിക് ICUവിൽ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ചെല്ലുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗിൽ ചെല്ലുന്നു. മോർണിംഗിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു വാതകത്തിന് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബുക്കിനകത്ത് അസൈൻമെൻറ്റ് കാണും. അപ്പോൾ നമുക്ക് ചിലപ്പം 1-2 പേഷ്യൻ്റെയൊക്കെ അസൈൻമെൻറ്റ് കാണും. പതുക്കെ അത് കഴിഞ്ഞിട്ട് ഈ അസൈൻമെൻറ്റ് വായിച്ചിട്ട് പതുക്കെ തപ്പി അവിടെ 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ വൺ സൈഡിലെന്ന് വെച്ചാൽ ഒന്നാമത്തെ ICUവിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അക്യൂട്ട് പേഷ്യൻ്റ്, അന്ന് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ്, തലേദിവസ പേഷ്യൻ്റ് ആയിരിക്കും. ഈ 2-ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസത്തെയും അതിൻ്റെ തലേദിവസത്തെയൊക്കെ 2, 3, 4, 5 ദിവസമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ കുറച്ച് സിക്കായിരിക്കും, രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റേബിളാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു അസൈൻമെൻറ്റ്, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ അസൈൻമെൻറ്റ് ഉണ്ട്. ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്ത് പ്രിപ്പറേഷൻ എന്ന അസൈൻമെൻറ്റ് ഉണ്ട്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതുതായിട്ട് എത്ര തിയേറ്ററിന് എത്ര പേഷ്യൻസ് എന്ന് വരും. അപ്പോൾ സാധാരണ ശ്രീത്രക്കാർ ചെയ്യുന്ന പരിപാടി വെച്ചാൽ അവർ ഗവൺമെൻറ് ഫെസിലിറ്റി ആയതുകൊണ്ട് അവർ 4 തിയേറ്റർ ഉണ്ട്, 4 കേസ് അവർ എടുക്കാറുള്ളൂ. അപ്പം അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും. പകരമൊന്നും എടുക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എത്ര കേസ് ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അത്രയും കേസിന് വേണ്ടിയുള്ള ബെഡും വെന്റിലേറ്ററും ട്യൂബിങ്സും സെറ്റിങ്സും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വരുന്ന പേഷ്യൻറ്റ് നമ്മൾ എടുക്കണം. ഇതാണ് ഈ പ്രിപ്പറേഷൻകാരുടെ ജോലി. അപ്പോൾ ചില ദിവസം നമുക്ക് പ്രിപ്പറേഷൻ കിട്ടുമ്പം പേഷ്യൻ്റ് വരുന്നവരെ നമ്മൾ ഹാപ്പി ഇനഫാണ്. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് പേഷ്യൻ്റ് സ്റ്റെബിലൈസ് ചെയ്ത് അതിനെ സെറ്റിലാക്കി എടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. 3 മണി വരെയാണ് അവിടുത്തെ ഡ്യൂട്ടി. രാവിലെ 3 മണി കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ 8 മണി വരെയുണ്ട്. 8 മണി കഴിഞ്ഞിട്ട് പിന്നെ നേരം വിളക്കുന്ന വരെയുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രിപ്പറേഷൻകാരൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, പ്രിപ്പറേഷൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം പേഷ്യൻറ്റിന് നമ്മൾ അവിടെ ചെന്ന് അസൈൻമെൻ്റ് ഒക്കെ എടുക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ എഴുതിയിട്ടിരിക്കുക. ആ പ്രിപ്പറേഷൻകാരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പഴയ കട്ടിൽ ഒക്കെ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് റൂമിലോട്ട് കോറിഡോറിലും ഇപ്പുറ സൈഡിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയി എത്ര തിയേറ്ററിൽ എത്ര പേഷ്യൻ്റ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 3 പേഷ്യൻ്റ് അല്ല 4 പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ 4 കട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് അന്നത്തെ കാലത്ത്. വെച്ചാൽ ആദ്യം ഒരു ബെഡ് മേക്ക് ചെയ്യും. ആ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് ബെഡ് മേക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു സെറ്റ് ബെഡ് കൂടെ മേക്ക് ചെയ്യും. കാരണം വെച്ചാൽ ഈ 1-ാം ദിവസം പേഷ്യൻ്റ് നമുക്ക് ബെഡ് മേക്കിങ് ട്യൂബിങ്ങിലിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് ശ്രീത്ര ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് മേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പേഷ്യൻ്റെ വാഷെല്ലാം ചെയ്തതിന് ശേഷം, അത് തുടപ്പിച്ച് വാഷെല്ലാം ചെയ്തതിന് ശേഷം ആ ബെഡ്ഷീറ്റോട് കൂടി റോ ഷീറ്റും എല്ലാം കൂടി ചൂട്ടി കളയുക ചെയ്യുന്നത്. അപ്പം പേഷ്യൻ്റ് ഒരു പുതിയ ബെഡ്ഷീറ്റിൽ കിടക്കും. ആ രീതിയിലാണ് അവരുടെ അപ്രോച്ച്. അപ്പോൾ നമുക്ക് 3 ബെഡ് ഉണ്ട്. നമ്മൾ 3 ബെഡ് അവിടെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ഫ്ലഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പം ഞാൻ UK ഐറിഷ് ഫെസിലിറ്റി ചെന്ന സമയത്ത് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ആംബ്യൂളിൻ്റെ അകത്ത് ഹെപ്സലൈൻ എന്നാണ് അവർ പറയുന്നത്. ഹെപ്സലൈൻ നമുക്ക് പ്രിപ്പറേഷൻ ആയിട്ട് നോക്കിയിട്ട് അത് നമുക്ക് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ഫ്ലഷ് ചെയ്താൽ കളഞ്ഞാൽ മതി. ശ്രീത്ര അന്ന് ചെയ്യുന്ന പരിപാടി 0.9 സലൈൻ്റെ അകത്ത്, അതായത് 4 യൂണിറ്റ് ഇൻസുലിൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. 500 ml അകത്ത് 4 യൂണിറ്റ് ഇൻസുലിനല്ല ഹെപ്പാരിൻ ആഡ് ചെയ്യും. സോറി ഫോർ ദാറ്റ് കേട്ടോ, തെറ്റിപ്പോയതാണ്. അപ്പോൾ ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ട് ആ ഹെപ്പാരിൻ എടുത്ത് അപ്പോൾ പഴയത് ഓൾറെഡി അവിടെ ഫ്ലഷ് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു 2 ml സിറിഞ്ചും ഒക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാ ടേബിളിലും കൊണ്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ പേഷ്യൻ്റെ വാതിലും ഫ്രണ്ടിൽ ഒരു കാർഡിയക് ടേബിൾ ഉണ്ട്. കാർഡിയക് ടേബിളെ കൊണ്ട് വെച്ച് കൊടുക്കണം. അതാണ് പ്രിപ്പറേഷൻകാരുടെ അടുത്തൊരു പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ പേഷ്യനെ റിസീവ് ചെയ്യാം. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും പേഷ്യനെ ഇങ്ങോട്ട് തള്ളി കുറേ പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ടൂവിലോട്ട് കൊണ്ടുവന്നിട്ട് 1 ഒന്ന് സെറ്റാവും. അവിടെ എടുക്കേണ്ട ലിസ്റ്റൊക്കെ വരും. അപ്പോൾ പ്രൊഫസറുടെ പേഷ്യൻ്റ് അന്ന് ബേ 1 ഒന്നാമത്തെ ബേയിൽ എടുക്കുന്നത്, അന്ന് സീസർ വെന്റിലേറ്റർ എടുക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവരുടെയും വെന്റിലേറ്റർ, കുട്ടികളുടെ വെന്റിലേറ്റർ സെർവോ ഐയിലും അഡൽട്ടിനെ അവർ സെർവോ 900 സിയിലും എടുക്കുന്നത്. അപ്പം ഈ വെന്റിലേറ്ററെല്ലാം നമുക്കിപ്പോൾ 2, 3, 4 പേഷ്യൻ്റ്. അപ്പോൾ ഇതിൻ്റെ പീഡിയാട്രിക്സ് ഉണ്ടെങ്കിൽ പീഡിയാട്രിക്സിൻ്റെ ഇപ്പുറ സൈഡിൽ എടുക്കുന്നത്. പീഡിയാട്രിക്സ് ആണ് ഡോക്ടർ KM ഡോക്ടർ ശ്യാം കൃഷ്ണനും കൂടി ചേർന്നാണ് പീഡിയാട്രിക്സ് എൻ്റെ സർജറിക്കാർ. അപ്പം അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവരെ എടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെന്റിലേറ്ററെല്ലാം നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ വെന്റിലേറ്റർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഒരു വെന്റിലേറ്റർ എടുത്ത് തുടച്ചെല്ലാം സെറ്റപ്പാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ്സ് എല്ലാം വരുന്നത് ഒരു ചാക്കിൻ്റെ അകത്ത് ഒരു സംഭവം റോളായിട്ട് വരും. അപ്പോൾ ആ ട്യൂബ്സ് എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് ഹ്യൂമിഡിഫയറും അതുപോലെ വാട്ടർ ടാപ്പും എല്ലാം കണക്ട് ചെയ്തിട്ട് YPs ഇട്ട് ടെസ്ലെല്ലാം ഇട്ട് സെറ്റ് ചെയ്യും. ടെസ്ലെല്ലാം ഇട്ട് എല്ലാം കണക്ട് ചെയ്യും, കണക്ഷനെല്ലാം സെറ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ ലൈനിലെല്ലാം കണക്ട് ചെയ്തെല്ലാം സെറ്റപ്പ് ആക്കിയതിന് ശേഷം നമ്മളിത് വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ പേഷ്യൻ്റ് റിസീവ് ചെയ്യേണ്ട ആ പോയിന്റിലേക്ക്, ആ ബേയിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യും.
കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്റിലേറ്റർ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുന്ന വെച്ചാൽ സാധാരണ അവർ എടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർ CMB പേഷ്യൻ്റ് എടുക്കുന്നത്. CMB എടുക്കുമ്പോൾ സാധാരണ 10 ml per kilogram ബോഡി വെയിറ്റ് ഇട്ട് എടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ 50 കിലോ ഉള്ള 50 കിലോ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർ 500, ഇനിയിപ്പം 70 കിലോ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ 700 ml അതിനകത്ത് ടൈഡിൽ വോളിയം CMB അങ്ങോട്ട് സെറ്റ് ചെയ്യും. പിന്നെ റേറ്റ് സാധാരണ 12, 13, 14, 15 ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യും. സാധാരണ 12 സെറ്റ് ചെയ്യുന്നത്. റേഷ്യോ 1:2 അങ്ങ് സെറ്റ് ചെയ്യും. അതുപോലെ FiO2 ഒരു 100% അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ABG ചെയ്തിട്ട് പിന്നെ കറക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. പീപ്പ് അവർ സാധാരണ 5 വെക്കുന്നത്. 5 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറിലാണ് സാധാരണ പീപ്പ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ 5 നമ്മൾ തട്ടി ഇട്ട് കൊടുത്താൽ മതി, പീപ്പ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം വെച്ച് ടെസ്റ്റിലും നോക്കിയിട്ട് അവിടെ ഓൺ ചെയ്തങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോണിറ്റർ, നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മോണിറ്ററോടെ കാണുമ്പോൾ എല്ലാം കൂടെ തുടച്ചൊക്കെ വെച്ചിരിക്കുകയായിരിക്കും. അതിലെടുത്ത് ചാനലെല്ലാം ട്യൂബിങ്സ് എല്ലാം കൊണ്ട് നമ്മുടെ കട്ടിലെല്ലാം വലിച്ചവിടെ കൊണ്ട് കിടത്തി അവിടെ വെച്ച് ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് അങ്ങനെ 3 ബെഡും സെറ്റ് ചെയ്തു, 3 വെന്റിലേറ്റർ സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ 4 ബെഡ് സെറ്റ് ചെയ്തു, 4 വെന്റിലേറ്റർ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ മോണിറ്റർ സെറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് IV സ്റ്റാൻഡെല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ എല്ലാ സാധനമെല്ലാം റെഡിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിയേറ്ററിൽ നിന്ന് ഡ്രിൽ എന്ന് പറഞ്ഞ സാധനം വരും. ഇവിടെയാണ് ഡ്രിൽ എന്ന് പറഞ്ഞ സംഭവം. ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റെ ഒരു പടം പോലത്തെ ഒരു സാധനം വരച്ചിട്ട് ആ പേഷ്യൻ്റെ രൂപം, അതായത് ഒരു ഗ്രാഫിക്കൽ രൂപം വരച്ചിട്ട് അവൻ്റെ വെന്റിലേറ്റർ സെറ്റിങ്സ് എല്ലാം, ഇപ്പോൾ എക്സാമ്പിൾ ടൈഡൽ വോളിയം എത്രയാണ്, റേറ്റ് എത്രയാണ്, റേഷ്യോ എത്ര, FiO2 അല്ലെങ്കിൽ പീപ്പ്, അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ അതിലേക്ക് വിട്ട് കൊടുക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ പേഷ്യൻറ്റിൻ്റെ വേറെ എന്തെങ്കിലും ആർട്ടറി ലൈൻസ്, അതുപോലെ വീനസ് ലൈൻസ്, ഡ്രെയിൻസ്, മോണിറ്റർ, അതുപോലെ വേറെ എന്തെങ്കിലും, അതുപോലെ തന്നെ പേഷ്യൻറ്റിന് നമുക്ക് കോർ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ വേണ്ടി റെക്ടൽ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോബ് ഉണ്ടായിരിക്കും. അതുപോലെ പെരിഫറൽ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനുള്ള പ്രോബ് ഉണ്ടായിരിക്കും. അതുപോലെ ട്രാൻസ്ഡ്യൂസേഴ്സ് എത്രയാണ് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഞാൻ പറയാൻ പറ്റുപോയി, ട്രാൻസ്ഡ്യൂസറിൻ്റെ അത് സ്ഥലമെല്ലാം കയറ്റി എല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ട്രാൻസ്ഡ്യൂസർ അവരങ്ങ് ജസ്റ്റ് കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഫ്ലഷ് ചെയ്ത് കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ സാധനം എല്ലാം സെറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഡ്രില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രില്ലെന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ ഇതെല്ലാം നമ്മൾ വന്നിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡ്രില്ല് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്ത് പേഷ്യൻറ്റിന് വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഡ്രില്ല് വെക്കുന്നത് കഴിയുമ്പോഴത്തേക്ക് ഏത് പേഷ്യൻ്റ് നോക്കും. അപ്പോൾ ആ പേഷ്യൻ്റ് നമ്മൾ ഇവിടെ എടുക്കും, പ്രൊഫസറുടെ പേഷ്യൻ്റാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രൊഫസറുടെ പേര് നമ്മൾ അവിടുത്തെ വെന്റിലേറ്ററെല്ലാം ടെസ്റ്റ് ചെയ്ത് അതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഡോർ തുറക്കും. ഡോർ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം അവിടെ നിന്ന് ഈ പേഷ്യൻറ്റിനെ ഒരു ആംബൂ ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു PG അനസ്തീഷ്യ PG കാർഡിയക് PG കൂടി ഇങ്ങോട്ട് ഒരു നഴ്സും കൂടെ തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ ഒരു നോമാൻസ് ലാൻഡ് പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് തള്ളി ഇങ്ങോട്ട് ഇറക്കിയിട്ട് അത് പിന്നെ ഇപ്പുറത്തെ ഡോർ തുറന്നിട്ട് അവരിങ്ങോട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ആ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ പറ്റില്ല. ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പിന്നെ തിരിച്ച് കയറണമെന്നുണ്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അപ്പുറത്തെ വഴി കയറണം. അത് എത്തിക്സ്, അതൊക്കെ അവരുടെ പോളിസികളാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ പോളിസി ഏത് ഡോക്ടറാണെങ്കിലും നഴ്സാണെങ്കിലും ഡയറക്ടറാണെങ്കിലും ആ പോളിസി ഫോളോ ചെയ്യും. അതൊക്കെ അവരുടെ ക്ലാസ് ആയിട്ടുള്ള അവരുടെ ഒരു സിസ്റ്റമാണ്. അത് നമ്മൾ ശരിക്കും അപ്രീഷ്യബിളാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയില്ല. ഞാനത് പിന്നെ UK അയർലൻഡിലൊക്കെ ചെന്നതിന് ശേഷം ഞാനിങ്ങനെ സാധനം കണ്ടത്. ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പേഷ്യൻ്റ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി ചെന്ന് പേഷ്യൻ്റ് റിസീവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തലയെല്ലാം സ്റ്റെബിലൈസ് ചെയ്ത് വെന്റിലേറ്ററിലോട്ട് കൊണ്ട് തന്നെ കണക്ട് ചെയ്തു. ആംബൂന്ന് വെന്റിലേറ്ററിലോട്ട് മാറ്റി ഡ്രെയിനേജ് എല്ലാം എടുത്ത് വെച്ചു, ക്ലാമ്പെല്ലാം അഴിച്ചു, ലീഡെല്ലാം കണക്ട് ചെയ്തു. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ഈ ട്രാൻസ്ഡ്യൂസർ എല്ലാം കണക്ട് ചെയ്തു. അങ്ങനെ എല്ലാം പേഷ്യൻ്റ് ഫുൾ സെറ്റ് ആയി കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് നമുക്ക് വാല്യൂസ് എല്ലാം നോക്കി പേഷ്യൻസ്. അപ്പോൾ ട്രെയിനൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. മീഡിയ സ്റ്റേഷനിൽ ട്രെയിനുണ്ട്, അതുപോലെ 2 സൈഡിലും റൂറൽ ട്രെയിനുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യും. പേഷ്യൻറ്റിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ആ പേഷ്യൻറ്റിനെ എടുക്കുവാണല്ലോ. അപ്പോൾ പ്രിപ്പറേഷൻ വരെ ആ പേഷ്യൻറ്റിനെ എടുക്കും. അങ്ങനെ എടുത്ത് സംഭവം എല്ലാം കഴിഞ്ഞ് അപ്പോൾ PGs ഉണ്ടായിരിക്കും. അങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഒന്ന് സെറ്റാക്കി നമ്മൾ പേഷ്യൻറ്റിനെ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് ഇറങ്ങി പോരാം. ഇതാണ് നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻകാരൻ്റെ റോൾ. അപ്പോൾ അതിലത്തെ ഡ്രില്ലെന്ന് പറഞ്ഞ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വന്നത്. അപ്പോൾ ചിലപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ ലക്കീനഫാണ്, നമ്മൾ 3 മണി വരെ ഒരു പേഷ്യൻറ്റും വരത്തില്ല. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കും, ദൈവമേ വന്ന് വരുതേ എങ്ങനെയെങ്കിലും 3 മണി ഒഴിഞ്ഞു പോകണമെന്ന് ഇരിക്കും. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വരുന്നവന്മാർക്കാണ് നേരത്തെ രാവിലെ പേഷ്യൻ്റ് ഓൾറെഡി വന്നിട്ട് സെറ്റ് ചെയ്ത പേഷ്യൻ്റ് ആണെങ്കിൽ അവന് ഹാപ്പിയാണ്. അതേസമയം ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ പേഷ്യൻ്റ് വന്നിട്ടില്ലെങ്കിൽ അവൻ ആ പ്രായിക്കൊണ്ടാണ് വരുന്നത്. കാരണം അവൻ ഈ പേഷ്യൻറ്റിനെ മൊത്തം സെറ്റിൽ ചെയ്തെടുക്കണം. അത് 2 മണിക്കൂറിനോട് നിന്നാലേ ഉള്ളൂ സെറ്റിൽ ചെയ്ത് കിട്ടത്തുള്ളൂ. ചാർട്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. റീഡിങ്സ് എല്ലാം ഒബ്സർവേഷൻസ് എല്ലാം ഒന്നും സ്റ്റാർട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒരു വലിയ പണിയാണ്. ഒന്നെല്ലാം മാനുവലായിട്ട് ചാർട്ടിങ്ങാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ചാർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒരു വലിയ പണിയാണ്. അപ്പോൾ ആ പണിയെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ സെറ്റിലാക്കി സംഭവം അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് നമുക്ക് പോരാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ എൻ്റെ കാര്യത്തിൽ ഡ്രില്ലിനെ പറ്റി, അതുപോലെ പ്രിപ്പറേഷൻ്റെ റോളിനെ പറ്റിയും പറയാനുള്ളത്, വെന്റിലേറ്റർ സെറ്റിങ്സിനെയും ട്രാൻസ്ഡ്യൂസറിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.